ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ഞാനൊരു വട ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നല്ല വൃത്തിയിൽ കഴുകി മുറിച്ചിട്ട് ആവിക്ക് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതവിടുന്ന് വേവട്ടെ. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല, കഴുകുന്നതും എടുത്ത് ആവിക്ക് വെക്കുന്നതൊന്നും. അപ്പോൾ ഏകദേശം അത് ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കി വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: കടലപ്പൊടി കണ്ടല്ലോ, കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി വേണം, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ നമ്മളെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് വട ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കിയോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇതാ ഞാനിത് വെന്തിട്ടുണ്ട്, വാങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ തോല് പൊളിച്ചിട്ട് ഉടച്ചെടുക്കണം നല്ല വൃത്തിയിൽ. ഞാൻ ഗ്യാസ് ഓഫാക്കി. അപ്പോൾ എല്ലാവരെയും ഞാനിതെടുക്കട്ടെ. ഞാൻ 2-3 പീസുകളെ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ തോല് കളഞ്ഞിട്ട് ഉടച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനെല്ലാം തോടെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചെടുക്കണം. നമുക്കിതിനെ ഉടച്ചിട്ടെടുക്കാം. നല്ല വൃത്തിയിൽ ഉടച്ചെടുത്തോളൂ. മിക്സിയിലൊന്നും ഇട്ടിട്ടൊന്നും ഉടക്കുന്നില്ല, ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് ഉടച്ചെടുക്കുന്നത്. നല്ല ശരിക്ക് തണിഞ്ഞിട്ടില്ല, ഇളം ചൂടുണ്ട്, എന്നാലും വേണ്ടില്ല. ലാസ്റ്റ് പിന്നെ കൈ കൊണ്ട് എടുക്കുമ്പം നമുക്ക് മനസ്സിലാവും തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ. നല്ല അടിപൊളിയായിട്ട് വെന്തിന് കണ്ടല്ലോ. ഒന്നിൻ്റെ തോട് അടുത്തന്നെ കണ്ടിട്ടില്ലേ. അപ്പം എല്ലാവരെയും നമുക്കിങ്ങനെ ഉടച്ചെടുക്കാം. ഇതാ കണ്ടല്ലോ, അടിപൊളിയായിട്ട് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ വേഗം ഉടച്ചാൽ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളും കണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടല്ലോ, എല്ലാം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുക്കട്ടെ. കടലപ്പൊടി ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ഇത്രയൊന്നുമില്ല, ഓരോരുത്തർക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓരോരുത്തർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം കുറച്ചെടുത്തിട്ട് ഒരളവൊന്നും പറഞ്ഞു തരുന്നൊന്നുമില്ല. ഇതിപ്പോൾ 250 പൊടിയാണ് ഞാൻ എടുത്തത്. അതിൽ നിന്നാണ് ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അരിപ്പൊടി കുറച്ചേ എടുക്കുന്നുള്ളൂ, കടലപ്പൊടീൻ്റെ അത്രയും എടുക്കുന്നില്ല. പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇടുന്നുണ്ട്, എന്നാലും അതിന് പുറമെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതെല്ലാം ഇട്ടു. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, ഇഞ്ചി, സവാള, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇവരെയും കൂടി ഞാനിതിലേക്ക് ഇട്ടു. എല്ലാം കൂടി നമുക്ക് എന്നിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. ഈ പൊടികളെയും ആവശ്യമാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പെരക്കാം. അതാണ് നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്.
ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണ്ടിക്കിൽ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ടാണ് എല്ലാം കൂടി മിക്സാക്കുന്നത്. എല്ലാം കൂടി മിക്സാക്കിയിട്ട് നമുക്ക് നോക്കാം. വേണ്ടിക്കിൽ കുറച്ച് വെള്ളം കൂടിയണം. ഇത് കുഴച്ചെടുക്കേണ്ട പരുവത്തിനാക്കണം ഇത്. അപ്പം നോക്കി വെക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ആരും ചെയ്തിനോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഏതായാലും ആക്കുന്നുണ്ട്. അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് കിട്ടുന്നുണ്ട്. കണ്ടാ, അടിപൊളിയായിട്ട് വെള്ളമൊന്നും ആക്കാണ്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പൊട്ടറ്റോ, ഉള്ളി, സവാള ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം വെള്ളത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മളെ വടേൻ്റെ രൂപത്തിലെടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് കോരി എടുത്തോളുക. കണ്ട, ഇതാ. ഇപ്പം ഞാൻ ഉപ്പ് നോക്കട്ടെ. ഇപ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് തോന്നുന്നു. ഇപ്പെല്ലാം പാകത്തിനുണ്ട്. എരിവ് പാകത്തിനാണ്, ഉപ്പ് പാകത്തിനാണ്, എല്ലാം പാകത്തിനാണ്. ഒന്നും കൂടുതലൊന്നുമില്ല. അടിപൊളിയായിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, കൂട്ടുകട റെഡിയായി. കണ്ടല്ലോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഉരുട്ടി വെച്ചിട്ട് എല്ലാം ഇതേപോലെ ഉരുട്ടിയിട്ടെല്ലാം പരത്തിയിട്ട് ഞാൻ റെഡിയാക്കിയിട്ട് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ ഇതാ ഞാൻ ഉരുട്ടി എടുക്കുന്നുണ്ടേ. എന്നിട്ടിങ്ങനെ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് അമർത്തുക. കണ്ടല്ലോ, ഇതാ ഇതേപോലെയാണ് ഞാൻ ആക്കി എടുക്കുന്നത്. കണ്ട, എല്ലാം ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അധികം ഒരുപാട് വണ്ണത്തിലൊന്നും ആക്കുന്നില്ല, കുറച്ച് മാത്രം. ഇതാ കണ്ട, ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് കുറച്ചും കൂടി വേണ്ടിക്കൽ പരത്തിയെടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒരു പണിയുമില്ല. ഇതാ അടിപൊളി ഷേപ്പിൽ. ഇതാ കണ്ടല്ലോ, അടിപൊളിയല്ലേ? അപ്പം ഞാനിങ്ങനെ എല്ലാം ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാനെല്ലാം ഇവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് വടേൻ്റെ ആകൃതിയിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കാഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഇതിനെ വടേനെ വറുത്തെടുക്കാം. ഇതാ ചീനിച്ചട്ടിയിലേക്ക് ഇടട്ടെ. അപ്പം ഞാൻ തിരിച്ചിടുന്നുണ്ടേ. തിരിച്ചിട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങാം. ആദ്യം ഞാൻ ഒറ്റയൊന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ 2-3 ഇടാം. മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഇപ്പം. അപ്പം എല്ലാവരും ആവട്ടെ. അപ്പം ഞാൻ എല്ലാം ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇല്ലെങ്കിൽ എല്ലാം ഞാനിങ്ങനെ കോരിയെടുക്കുന്നവരെയാകുമ്പോൾ നിങ്ങളെല്ലാം ബോറടിച്ചിട്ട് വിചാരിക്കും എന്താണെന്ന്. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ മധുരക്കിഴങ്ങിനെ കൊണ്ടുള്ള വട ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാം നല്ല അടിപൊളിയായി നല്ല പെർഫെക്റ്റ് വടയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തീ ഞാൻ ഓഫാക്കട്ടെ. ഓഫാക്കി. അപ്പോൾ ഇതാ വായി. അപ്പോൾ ഇതാ ഗൈസ് ഇത്രയാണ് മധുരക്കിഴങ്ങിനെ കൊണ്ടുള്ള എൻ്റെ വട തയ്യാറാക്കി ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്തോളൂ. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓളെന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കേ.